അപ്പം മച്ചാന്മാരെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നാളെയാണ് നമ്മൾ ഫ്രീ ഫയർ OB53 പാച്ച് അപ്ഡേറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ കുറച്ച് നേരം നമുക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് എപ്പോഴാണ് ഇനി ഫ്രീ ഫയർ കളിക്കാൻ പറ്റുക, അതുപോലെ നമുക്ക് പാച്ച് അപ്ഡേറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ കുറേ അധികം ഡൗട്ടും കാര്യങ്ങളും മനസ്സിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രീ ഫയർ ന്യൂ ആയിട്ട് വരാവുന്ന ബിഗ്ഗസ്റ്റ് ചില ചേഞ്ചുകളെ കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗെയ്സ് വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ ആ തന്നെ കുറേ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മനസ്സിലും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് ബ്രോ ഈ പാച്ച് അപ്ഡേറ്റ്? അപ്പോൾ പാച്ച് അപ്ഡേറ്റ് നമ്മൾ ഫ്രീ ഫയർ ഈ 2 മാസം കൂടുന്ന ടൈമിൽ, അപ്പോൾ എല്ലാ ടൈമിലും നമുക്ക് 2 മാസം കൂടുന്ന ടൈമിൽ ഇതേപോലെ തന്നെ പാച്ച് അപ്ഡേറ്റ് നടക്കും. പാച്ച് അപ്ഡേറ്റ് പറയുമ്പോൾ മെയിൻ്റെനൻസ് അപ്ഡേറ്റ്, അങ്ങനെ പല പേരുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആളെ ചോദ്യമൊക്കെ എന്തിനാണ് ബ്രോ ഈ പാച്ച് അപ്ഡേറ്റ് ഈ 2 മാസം കൂടുന്ന ടൈമിൽ നമ്മൾ ഫ്രീ ഫയർ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് അറിയാത്തവർക്ക് പല ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് വരാൻ പോകുന്ന കാരണം നോക്കുക, മെയിനായിട്ട് നമ്മൾ ഫ്രീ ഫയർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഗെയിമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഫ്രീ ഫയറിലേക്ക് ന്യൂ ആല ക്യാരക്ടേഴ്സിന് കൊണ്ടുവരും, ന്യൂ ആല ഗണ്ണുകൾ കൊണ്ടുവരും, ക്യാരക്ടർ സ്കില്ലിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും, നമ്മളെ ഗെയിമിൽ തന്നെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പാച്ച് അപ്ഡേറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാത്തതായിട്ടുള്ള വേറെ ഇതിൽ പോകേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്, എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മെയിനായ കാര്യത്തിൽ തന്നെ വരാം. അപ്പോൾ പാച്ച് അപ്ഡേറ്റ് നമുക്ക് നാളെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കറക്റ്റായ ടൈം കിട്ടിയില്ല എങ്കിൽ പോലും രാവിലെ ഒരു 9 മണി അല്ലെങ്കിൽ 9:30 എന്തായാലും നമുക്ക് പാച്ച് അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന വേണ്ട, കുറേ നേരം നമ്മൾ പ്ലേ ചെയ്യാതിരിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ഓൾഡ് ടൈമിലൊക്കെ നോക്കേണ്ട ഒരു ദിവസം തന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം 5 മണി 6 മണിക്കാവുന്ന ടൈമിലാണ് മെയിൻ്റെനൻസ് അപ്ഡേറ്റ് കഴിയാറുള്ളത്. ഇപ്പൊ നമുക്ക് 2-3 വർഷമായിട്ട് വളരെ ഷോർട്ടായ പാച്ച് അപ്ഡേറ്റ് ആണ് നടക്കാറുള്ളത്. അങ്ങനെ നോക്കാൻ നമുക്ക് നാളെ രാവിലെ ഒരു 9:30 ഏകദേശം 9:00 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 10:30 ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്ത ശേഷം നമുക്ക് പ്ലേ ചെയ്യാവുന്നതാട്ടോ. അത്ര സിമ്പിളാക്കാരം, വളരെ പെട്ടെന്ന് തന്നെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീ ഫയർ പ്ലേ ചെയ്യാവുന്നതാട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ വരാവുന്ന മെയിനായ ചേഞ്ചുകൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ അണ്ടർ സീ ഇവൻറ്റിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാനൽ മലയാളി ബ്രോ ഒറിജിനൽ എന്ന ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ചാനൽ ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളാബായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞെക്കാണ് ആ ചാനലിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ അതുതന്നെ നമുക്ക് വരാൻ പോകുന്ന അപ്പോൾ OB അപ്ഡേറ്റിലൂടെ വരാവുന്ന മെയിനായ ചേഞ്ചുകൾ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഫ്രീ ഫയറിലേക്ക് ന്യൂ ആയിട്ടൊരു വാട്ടർ ഗണ്ണ് വരാൻ പോകുന്ന കൂട്ടം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നല്ല പവർഫുൾ ആയ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ അതുതന്നെ ഗണ്ണ് പെർമനൻ്റ് ആയിട്ടൊന്നും നമ്മൾ ഫ്രീ ഫയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് അണ്ടർ സീ ഇവൻ്റെ ഭാഗമായിട്ടാണ് ഈ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് അങ്ങനെ ഗണ്ണ് ഉണ്ടാവാമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുതന്നെ ഗണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞുതരാൻ ട്രിക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഗണ്ണ് വെച്ചുകൊണ്ട് നമ്മൾ എനിമി നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണ്. ഓക്കെ, അപ്പം ഗണ്ണ് വളരെ പവർഫുൾ ആട്ടോ, നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് എനിമിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിമിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ കറ്റാനേ അല്ലെങ്കിൽ നമ്മളെ പാൻ സ്കിനോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ കോടാലൊക്കെ വെച്ചുകൊണ്ട് മിഞ്ഞാലും മതി. ആ ടൈമിൽ നമുക്ക് ഇതൊരു വാട്ടറാണ്, ഇതിൻ്റെ ആമോ വാട്ടറാണ്. അതുകൊണ്ട് തന്നെ അത് ചെതറും കൊണ്ട് നമ്മൾ വെപ്പണിൽ ചെതറുന്ന ടൈമിൽ തട്ടുന്ന ടൈമിൽ ആ വെള്ളം ഇങ്ങനെ തെറച്ചും കൊണ്ട് നമുക്ക് ഡാമേജേ വരില്ല കേട്ടോ. അതുപോലെ തന്നെ അത് കൂടാതെ നമ്മൾ കയ്യിലുള്ള വെപ്പൺ വെച്ച് നമുക്ക് എനിമിൻ്റെ തല ഇതുപോലെ അടിച്ച് പൊട്ടിക്കാനും പറ്റും. അപ്പോൾ പ്രോ പ്ലെയറൊക്കെ ആണെങ്കിൽ നമുക്ക് പണി കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓപ്പോസിറ്റ് എനിമൊക്കെ ഒരു പ്രോ പ്ലെയറൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോൾ പെട്ടിയിലായി നോക്കിയാലും മതി. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ എലിമിനേറ്റ് കളിക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ ന്യൂബുകളാവുകൊണ്ട് കുഴപ്പമില്ല, ന്യൂബല ബോട്ടുകളൊക്കെ ആവുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നോക്കി കണ്ടും കളിക്കുക, അല്ലെങ്കിൽ പെട്ടിയിലാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രോപ്പിൽ നിന്ന് ഈ ഗണ്ണ് കിട്ടുന്നുണ്ട് കേട്ടോ. ട്രോ ഗണ്ണ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാഷ് കോളും ഈ ഗണ്ണ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ബുയി അടിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരാൻ വന്നൊരു കാരണം നോക്കുമ്പോൾ നമുക്ക് റാൻഡം സ്റ്റോറാട്ടോ. നമ്മൾ ഓൾഡീസ് ഗോൾഡൊക്കെ പറഞ്ഞില്ല, നമുക്ക് BRലൊക്കെ ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. അതേപോലെ തന്നെ നമ്മൾ CS ഇതേ ഓപ്ഷൻ വരാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വരാൻ വന്ന് വളരെയധികം ഉപകാരമുള്ളൊരു അപ്ഡേറ്റ് നോക്കുക. നമ്മൾ ലോബി നിൽക്കുന്ന ടൈമിൽ, അപ്പോൾ നമ്മൾ പ്ലെയിനിൽ നിൽക്കുന്ന ടൈമിൽ അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നൊക്കെ ആയിട്ട് നമ്മളെ ക്യാരക്ടർ സ്കില്ല് നമുക്ക് ഇനി മുതൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയ ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ക്യാരക്ടർ സ്കില്ല് മാത്രമല്ല ലോഡ് ഔട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ FFൽ നമുക്ക് സെറ്റിംഗ്സിൽ നമ്മൾ ഹൈ FP
FPSന്റെ ഓപ്ഷനിൽ താഴെയായിട്ട് എക്സ്പെരിമെൻ്റൽ ഫ്രെയിം റേറ്റ്സ് ബൂസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരാൻ അത് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗെയിം ഒന്നുകൂടി സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള നല്ല റാമൊക്കെ ഉള്ള നല്ല പ്രൊസസ്സറൊക്കെ ഉള്ള ഫോണിൽ അത് ഓൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നല്ല പണിയാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ റൂമിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സ്ഥലങ്ങൾ വരെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്യാരക്ടർ സ്കില്ല് ബാൻ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ക്യാരക്ടർ സ്കില്ല് ബാൻ ചെയ്യുകയാണെങ്കിൽ അല്ല ക്യാരക്ടർ സ്കില്ലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ റൂം കളിക്കാൻ വരണമെങ്കിൽ അവർക്ക് ആ സ്കില്ല് യൂസ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തില്ല, റൂമിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ഫയറിലൊക്കെ ന്യൂ ആർട്ടിസ്റ്റ് വെഹിക്കിളായിട്ട് കുതിര വരാൻ പോകണം. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും തന്നെ നമ്മൾ കുതിര യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അടുത്ത് പോകുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ റൈഡിലൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുതിരക്ക് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് 2 പേർക്ക് കയറാൻ പറ്റും എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ 2 പേർക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഒറ്റയ്ക്കാണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റുക. എന്തായാലും അപ്കമിങ് ആയിട്ട് ഭാവിയിൽ എന്തായാലും 2 ആൾക്കൊക്കെ ഇതിൽ ഒപ്പം പോകാൻ പറ്റും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. 2 ആൾക്ക് സ്പേസ് ഉണ്ട്. സ്കോഡൊന്നും പോകാൻ പറ്റും തോന്നുന്നേ ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് ആയിട്ട് കുതിരൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കും, നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെറിയ വെയിലൊക്കെ നല്ല ചാടി കടക്കുന്നുണ്ട്. നല്ല ജമ്പ്, നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല അഡ്വാൻറ്റേജ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വെള്ളത്തിലൂടെ പോകാൻ പറ്റുന്നുണ്ട്. കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മൾ കുതിരനെ വെടിവെക്കുന്ന ടൈമിൽ കാറിനൊക്കെ നമ്മൾ വെടിവെക്കുകയാണെങ്കിൽ കാറൊക്കെ പൊട്ടിത്തെറിക്കില്ല. അത് നമ്മൾ കുതിരനെ വെടിവെക്കുന്ന ടൈമിൽ മാഞ്ഞ് പോവുക ചെയ്യുന്നു കേട്ടോ. നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് എനിമി നമ്മളെ കുതിരനെ നേരെ വെടിവെക്കുകയാണെങ്കിൽ നല്ല ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ ഇറക്കി വിട്ടുകൊണ്ട് കുതിരൻ്റെ ഇഷ്ടത്തിനാണ് പോകട്ടോ. പണിയാവും. അപ്പോൾ ഇനി കംപ്ലീറ്റ് ആയ വീഡിയോ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കട്ടോ. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ കാണിച്ചിടാത്ത. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ന്യൂ ആളെ റേ ക്യാരക്ടറുള്ളൊരു ക്യാരക്ടർ വരാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ പവർ നോക്കുകയാണ് നമ്മൾ എനിമിൻ്റെ നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റും ഒരു കണക്ഷന്. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ കൊടുത്ത് തന്നെ നമ്മൾ നേരെ ഒരു 160 ഡാമേജ് കൊടുത്താൽ മതി കേട്ടോ. 200 HP ഒക്കെ നമ്മൾ എനിമിക്ക് ഉണ്ടാവും. 160 ഡാമേജ് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ എനിമി ഡെഡ് ആവും. നെക്സ്റ്റ് ആയിട്ട് എനിമി ഡെഡ് ആവുന്ന സ്പോട്ടിൽ തന്നെ നമ്മുടെ ക്യാരക്ടർ സ്കില്ല് റീഫ്രഷ് ആവും കേട്ടോ. ഓൾഡ് ടൈമിൽ നമ്മൾ ഊക്കോങ്ങിനൊക്കെ സ്കില്ലുള്ള പോലെ തന്നെ കേട്ടോ. നമുക്ക് കുറേ വട്ടം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിമിനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നോക്കുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്കില്ല് യൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ കിഡിലൻ സ്കില്ലാണ്. നമുക്ക് ക്ലാഷ് കോളിലൊക്കെ നല്ല ഹിറ്റാവും തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇത് കൂടാതെ നമ്മൾ എനിമിനെ ഫിനിഷ് ചെയ്യുന്ന ടൈമിലൊക്കെ HP കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ എന്തായാലും ക്യാരക്ടർ വരട്ടെ. അതിനുശേഷം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ സ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ നല്ലൊരു വീഡിയോയിലൂടെ കാണാം.